ഓക്കെ, അപ്പൊ നമ്മള് 2019 ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാണ്. എടാ മക്കളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കട്ടാ. എന്ത് പരീക്ഷക്കും ഒരു 10-12 ദിവസം മുമ്പേ പിന്നെ പഠിത്തമൊന്നുമില്ല. പിന്നെയുള്ള പഠിത്തം എന്താ? മാക്സിമം എക്സാംസ് എഴുതാം. ഞാന് സീരിയസ് ആയിട്ടൊരു കുട്ടി കിട്ടുന്ന കുട്ടി, ആ കുട്ടി ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരു പരീക്ഷയെങ്കിലും എഴുതണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാ, നിങ്ങൾക്ക് വേണ്ടി പരീക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ മാർക്ക് അറിയാം. ഇനി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫുൾ ഡിസ്കഷൻ കാണാം. ഒക്കെ നമ്മുടെ സൈറ്റിലുണ്ട്. അപ്പോ നമ്മൾ 2019 ഫിസിക്സ് ക്വസ്റ്റ്യൻ നോക്കാം. 2019 ഫിസിക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നില്ല അല്ലെ? Consider two long thin conductors A and B, each carrying current I as shown in the figure. Considering A to be fixed, which of the following statement is correct? അപ്പൊ X, Y, Z ആക്സിസ്, Y ആക്സിസിൽ B ഉണ്ട്, X ആക്സിസിൽ A ഉണ്ട്. ഓക്കെ, B experience net force along positive X axis, B experience net ആന്റി ക്ലോക്ക്വൈസ് ടോർക്ക്, ഇങ്ങനെയൊക്കെയാണ്. ഞാന് ആ ചിത്രം ഒന്ന് വരച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാത്രേ, വൈ ആക്സിസ് ഇതാത്രേ, സെഡ് ആക്സിസ് ഇതാത്രേ. എന്നിട്ടോ വൈ ആക്സിസിലാണ് കണ്ടക്ടർ ബി ഉള്ളത്. റെഡി? എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഓക്കെ, എന്നിട്ടോ ഇതാണ് കണ്ടക്ടർ ബി. എന്നിട്ടോ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് കണ്ടക്ടർ എ ഉള്ളത്. അത് ക്യാരി ചെയ്യുന്ന കറണ്ട് പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ്. അസലായിട്ട് കേട്ടോളേ, ഇവിടെ രണ്ടിലും കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. എ ഫിക്സ്ഡ് അത്രേ, എ എങ്ങോട്ടും നീങ്ങുന്നില്ല. ബിക്ക് എന്താ സംഭവിക്കാന്ന്? ബി ഇടത്തോട്ട് നീങ്ങുമോ, ലൈക്ക് പോസിറ്റീവ് എക്സിലേക്ക് നീങ്ങുമോ, നെഗറ്റീവ് എക്സിലേക്ക് നീങ്ങുമോ, ടോർക്ക് ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ആലോചിക്കണ്ടേ? ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്താന്ന് ആലോചിക്കണം. ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്താ? എ ഉണ്ടാക്കണ മാഗ്നറ്റിക് ഫീൽഡിലാണല്ലോ ബി എന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉള്ളത്. അപ്പൊ ബി എന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ മേലെ ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ നോക്കാം, എ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കറണ്ട് ഇങ്ങനെ ക്യാരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ? കോൺസെൻട്രിക് സർക്കിൾ ഇങ്ങനെ ഉള്ളിൽ കൂടി, അവിടെ നിന്ന് ഉള്ളിൽ കൂടി ഇങ്ങനെ പോയി കോൺസെൻട്രിക് സർക്കിൾ ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾ കണ്ടോക്ക്. ഏത് സ്ഥലത്തൂടെ? ബിന്റെ താഴത്തെ ഭാഗത്തൂടെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാണ് ഉണ്ടാവുക. എന്റെ മാഗ്നറ്റിക് ഫീൽഡ് താഴത്തെ ഭാഗത്തൂടെ. ബിന്റെ മേലത്തെ ഭാഗത്തൂടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടാണ് ഉണ്ടാവുക. അത് കോൺസെൻട്രിക് സർക്കിൾ ആണ്. ഇത് നോക്കിയോ നിങ്ങള്. ഈ പ്ലെയിനിൽ ഇവനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി താഴോട്ടൂടെ പോയി ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് താഴത്തെ ഭാഗത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളോട്ട്, ബിയിലെ കറണ്ട് മേലോട്ട്. അപ്പോ ബിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സ് താഴെ ഭാഗത്ത് ഇങ്ങോട്ടാണ്, എഫ് ബി താഴെ ഭാഗത്ത്. മേലത്തെ ഭാഗത്ത് അതെങ്ങോട്ടാ? മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട്, കറണ്ട് മേലോട്ട്. ഞാൻ ഭരതനാട്യം പറഞ്ഞ പോലെ ഇപ്പൊ ഞായിപ്പോയി. ഇത് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. ഫോഴ്സ് ഓൺ ബി. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല, തെറ്റുമാക്കുന്നില്ല. കാര്യം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിൽ നിന്ന് പല പല ദൂരത്തിലാണ്. അപ്പൊ ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉണ്ടാവുക.
അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിഫോമിറ്റി നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈക്വൽ ഫോഴ്സ് ഒന്നും ഞാൻ പറയില്ല. പിന്നെ ഞാൻ നൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രം. കാര്യം നമുക്ക് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഒന്നും കാണാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് യൂസ് ഇത് മാത്രം കിട്ടിയാൽ മതി. അപ്പം എന്താ സംഭവിക്കുക? ഇങ്ങനെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കിക്കേ. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലേ വരിക, റൈറ്റ്? ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. സോ ബി എക്സ്പീരിയൻസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്നുള്ളതാണ് ഉത്തരം വരിക. ബി എക്സ്പീരിയൻസ് നെറ്റ് ക്ലോക്ക് വൈസ് ടോർക്ക്. സോ ദ ഓപ്ഷൻ ഈസ് ടി. അടുത്ത ക്വസ്റ്റ്യനിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ചലഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ലോജിക് സ്കില്ലിനെയും ചാപ്റ്ററിനകത്തെ ഒരു കൺസെപ്റ്റിനെയും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഐസർ പോലത്തെ ഒരു സ്ഥാപനം എന്തിനാ? UP സ്കൂളിലെ മാഷ ഉണ്ടാക്കാനാ? അല്ലല്ല. ഐസർ പോലത്തെ സ്ഥാപനം എന്തിനാണ്ടാ? സയന്റിസ്റ്റുകൾ ഉണ്ടാക്കണ സ്ഥലമാണ്. മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ ആൾക്കാരാ വേണ്ടത്. അങ്ങനത്തെ ആൾക്കാരെയാണ് വേണ്ടത്. അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കലാണ് ഈ പരീക്ഷ. നമ്മൾ കുറച്ച് ചാലഞ്ച് എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യണം. എളുപ്പമൊന്നുമല്ല. ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ വലുതാകുമ്പോ ഉത്തരവാദിത്വം വലിയ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് ആദ്യമായി കാണുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സമയത്തിനുള്ളിൽ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ 2 ദിവസം ചെയ്യാനേ സമയം ഉണ്ടാവും. അപ്പൊ ശരിക്കും വിദ്യാർത്ഥി ഒരു മത്സര പരീക്ഷയ്ക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പരമാവധി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് എന്ത് ചെയ്യുക? പരിചയപ്പെടുക. എന്നിട്ട് ഓരോ വെറൈറ്റി ക്വസ്റ്റ്യൻസിനെയും വേറെ വേറെ മാർക്ക് ചെയ്യണം. ലൈക്ക് വെറൈറ്റി ആണെന്നുള്ളത് എഴുതി വെക്കണം. സോ ദാറ്റ് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ അതിനെ റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ കോഴ്സിലേക്കുള്ള പ്രത്യേകത, നമ്മൾ വെറുതെ കാലി വർത്താനവും തിയറി പരത്തലൊന്നും ഇല്ല. നമ്മൾ ടു ദ പോയിന്റ് തിയറി, മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ്. അപ്പൊ ക്രിസ്പർ ചെയ്യുന്ന ഒരു രീതി അങ്ങനെയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതാണ് ക്രിസ്പർ എന്നുള്ള പേര് ഞാൻ ഇട്ടേ. ഏറ്റവും ക്രിസ്പിൽ സാധനം പഠിപ്പിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുക. ക്രിസ്പാണ്. ക്വസ്റ്റ്യൻസ് എലാബറേറ്റ് ആണ്. അതിപ്പോ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സൈറ്റിലെ സാധനം നോക്കിയാൽ മനസ്സിലാവും. പോട്ടെ, അത് നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ഇതിന്റെ ചുവട്ടില് സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങൾ അനുഭവിച്ചു റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, ഇതിനകത്ത് എന്തുണ്ട്? മൾട്ടിപ്പിൾ കൺസെപ്റ്റ്സ് ഉണ്ട്. An LED display consists of 100 pixels per centimeter square. Okay. Consider the diameter of the pupil of eye is 5 millimeter. And average wavelength of display is 575 nanometer. What is the nearest distance from the display one can be at such that the display does not appear pixelated? എന്നുവെച്ചാൽ ഒരു പിക്സൽസ് വേറെ വേറെ കാണണം, ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ പോലെ കാണണം. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മേജ് ആവാൻ പാടില്ല. ഒരു പിക്സലും മറ്റേ പിക്സലും കൂടെ മേജ് ആവാൻ പാടില്ല. പിക്സൽ എന്നുള്ള ലൈറ്റ് പിക്സലായിട്ട് തന്നെ കാണണം, അല്ലാണ്ട് ഒറ്റ ലൈറ്റ് പോലെ കാണരുത്. അതിനൊരു മിനിമം കണ്ടീഷൻ ഉണ്ട്. നമ്മൾ റൈലേ ക്രൈറ്റീരിയ എന്നും പറഞ്ഞിട്ടൊരു കണ്ടീഷൻ പഠിച്ചിരുന്നു. θ = 1.22 λ/d. അപ്പൊ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. കാര്യങ്ങളെ വേർതിരിച്ച് വകതിരിച്ച് കാണാനുള്ള കണ്ടീഷനാണ് റൈലേ ക്രൈറ്റീരിയ. അതിനാണ് ലാംഡയൊക്കെ അവിടെ തന്നേക്കണേ, ഡയമീറ്റർ ഓഫ് ദ പീപ്പിൾ തന്നേക്കണേ. അതൊക്കെ അതിന് വേണ്ടി തന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് പിക്സൽ വേറെ വേറെ ആയിട്ട് കാണണമെങ്കിൽ, പിക്സലിന്റെ സൈസ് നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നത്, ഒരു പിക്സലിന്റെ സൈസ് നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഈ പറഞ്ഞ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആയിരിക്കണം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഇക്വേഷൻ ആണ് θ = 1.22 λ/d. അത് ചെയ്താൽ 1.22 ഇൻറ്റു ലാംഡ എത്ര വരിക?
575 into 10 raised to minus 9 divided by pupil of the eye is 5 into 10 raised to minus 3. Calculation ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടി. And that was found to be 1.403 into 10 raised to minus 4. ഇനി നമ്മളെ കണ്ടീഷൻ എന്താ വെച്ചാൽ ആ ഒരു പിക്സൽ ഉണ്ടല്ലോ, ഒരു പിക്സലായി കാണണമെങ്കിൽ ആ പിക്സല് നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്ന ആംഗിള്, ഇതൊരു പിക്സലായി വിചാരിക്കുക. ആ ഒരു പിക്സൽ, ഇതൊരു പിക്സലാണ്, ഒരു പിക്സൽ. ആ ഒരു പിക്സലിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാം. അതിന് W എന്ന് പേര് വിളിക്കാം. ഇതാണ് കണ്ണിൽ നിന്നുള്ള അകലം. ഓക്കെ, ഇതാണ് കണ്ണിൽ നിന്നുള്ള അകലം L. അപ്പൊ ഇവിടെ ഈ തീറ്റ എത്രയാ? തീറ്റ ഈക്വൽ ടു വിഡ്ത്ത് ബൈ L. അപ്പൊ L ഈക്വൽ ടു വിഡ്ത്ത് ബൈ തീറ്റ. ദാറ്റ് ഈസ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ പിക്സൽ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 1.403 into 10 raised to minus 4. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി പിക്സൽ വിഡ്ത്ത് അറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ അത്. പിക്സൽ വിഡ്ത്ത് അറിയില്ല. പക്ഷെ എന്താ തന്നിട്ടുള്ളത്? LED ഡിസ്പ്ലേ കൺസിസ്റ്റ് ഓഫ് 100 പിക്സൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സെന്റിമീറ്ററിന്റെ സ്ക്വയറിൽ 100 പിക്സൽ. അപ്പൊ ഒരു സെന്റിമീറ്ററിൽ എത്ര പിക്സൽ? നമ്പർ ഓഫ് പിക്സൽസ് ഇൻ 1 സെന്റിമീറ്റർ എത്രയാ? ഇൻ 1 സെന്റിമീറ്റർ. ഒരു സെന്റിമീറ്ററിന്റെ സ്ക്വയറിലാണ് 100. സോ ദാറ്റ് ഈസ് 10 per സെന്റിമീറ്റർ. ഒരു സെന്റിമീറ്ററിൽ 10 പിക്സൽ ഉണ്ട്. അപ്പോഴല്ലേ 10 സെന്റിമീറ്ററിന്റെ സ്ക്വയറിൽ 100 പിക്സൽ ഉണ്ടാവുക. ഒരു സെന്റിമീറ്ററിൽ 10 പിക്സൽ ഉണ്ടെങ്കിൽ ഒരു പിക്സലിന്റെ വിഡ്ത്ത് എത്രയാ? വിഡ്ത്ത് ഓഫ് 1 പിക്സൽ. വിഡ്ത്ത് ഓഫ് 1 പിക്സൽ എത്രയാ? ഒരു സെന്റിമീറ്ററിൽ 10 പിക്സൽ. ഒരു പിക്സലിന്റെ വിഡ്ത്ത് എത്രയാ? 1/10 എന്ന് വെച്ചാൽ 0.1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 0.1 into 10 raised to minus 2 meter, 10 raised to minus 3 meter. ഉത്തരായടാ. ഇനി ആ വിഡ്ത്ത് ഇവിടെ കൊടുത്തേക്ക്. അതാണ് വിഡ്ത്ത് ഓഫ് 1 പിക്സൽ. 10 raised to minus 3 divided by 1.403 into 10 raised to minus 4. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ലൈക്ക് കാൽക്കുലേഷൻ ഒക്കെ ഞാൻ ചെയ്തു വെച്ചാണ്. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് ഫൗണ്ട് ടു ബി 7.12 സെന്റിമീറ്റർ. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടി മാത്രമാണ് ആ കാൽക്കുലേഷൻ ഞാൻ ചെയ്തു വെച്ചാണ്. അതിലങ്ങനെ ഒരു എളുപ്പമുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ മാത്രമുള്ളൊന്നുമില്ല. അതുകൊണ്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ടൈപ്പ് കാൽക്കുലേഷൻ ഒന്നുമല്ല. സോ ആൻസർ ഈസ് ബി. പിന്നെ നിങ്ങളുടെ മുന്നിൽ ഈ കാൽക്കുലേഷൻ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഐസറിന്റെ പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യടാ. കാര്യം നിങ്ങളെ കാൽക്കുലേഷന്റെ ശക്തിനല്ല ഒരു പരീക്ഷ, ലോജിക്കൽ കൺസെപ്ച്വൽ സ്കില്ലിനെയാണ് പരീക്ഷിക്കുന്നത്. നമുക്ക് നമ്മുടെ സൈറ്റ് അതുക്കും മേലെയാണ്. കാൽക്കുലേറ്റർ തന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാൽക്കുലേഷൻ നടത്താൻ, പരീക്ഷയുടെ ഇടയിൽ കാൽക്കുലേഷൻ നടത്താനുള്ള സാധനവും ഇവിടെ ഉണ്ട്. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം ഐസറിന്റെ പരീക്ഷ. ഞാൻ പറഞ്ഞില്ലേ, എടാ ഐസർ നടത്തുന്നത് സ്കൂൾ മാഷന്മാരെ കണ്ടുപിടിക്കാനല്ലടാ. എന്നെ പോലത്തെ മാഷന്മാരെ ഒന്നും ഉണ്ടാക്കുന്ന സ്ഥലമല്ല അത്. നിങ്ങളെ പോലത്തെ സയന്റിസ്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവാണ്. ബി ഓപ്ഷൻ. സോ സേവ് ആൻഡ് നെക്സ്റ്റ് ഷെയർ. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക. അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഈ ക്വസ്റ്റ്യനിൽ എനിക്കിപ്പോ ചെറിയൊരു കാര്യം പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇനി നമ്മൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടെന്നാ തോന്നുന്നത്. കാര്യം NCERT ബുക്കിൽ നിന്ന് ഉണ്ടായിരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസിലെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് RC സർക്യൂട്ട് അതൊക്കെ ഒഴിവായിട്ടുണ്ട്.
പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഐസറിലെ ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ദ സിലബസ് ആയി എന്നും പറഞ്ഞ ആർക്കും കേസൊന്നും കൊടുക്കാനൊന്നും പറ്റൂല. പരമാവധി ഒരു സിലബസിന്റെ ഉള്ളിൽ നിന്ന് ആക്കാൻ നോക്കും. അപ്പൊ നമുക്കിത് കണ്ട സ്ഥിതിക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ കപ്പാസിറ്റർ ഇൻ ദ ഗിവൺ സർക്യൂട്ട് ടു ചാർജ് 1/√2 pi of its full capacity? ഒരു കപ്പാസിറ്ററിന്റെ സർക്യൂട്ടും തന്നിട്ടുണ്ട്. കപ്പാസിറ്റർ വിൽ നെവർ ബിഗിൻ ടു ചാർജ് T equal to 1/RC, T equal to 2πRC, ഇങ്ങനെയൊക്കെയാണ്. നമ്മളിവിടെ നോക്കിയാൽ തന്നിരിക്കുന്ന സർക്യൂട്ട് ഞാൻ വരയ്ക്കാം. ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് പോലെ ഉണ്ട് സാധനം. കാഴ്ചക്ക് ഉണ്ടെന്നേ ഉള്ളൂ, അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടാ. വരയ്ക്കുമ്പോൾ അതുപോലെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാൻ ഇങ്ങനെയല്ല, നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. ഇതിപ്പോ രണ്ട് സെല്ലും ഉണ്ട്, രണ്ട് റെസിസ്റ്ററും ഉണ്ട്. എനിവേ, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന കപ്പാസിറ്റർ അണ്ടർ ചാർജിങ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന് ഒരു ഇക്വേഷൻ ഉണ്ട്. V0 into 1 minus e raised to minus t by CR. Ready? നമ്മളോട് പറഞ്ഞു എന്താ അറിയാ, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ കപ്പാസിറ്റർ ഇൻ ദ ഗിവൺ സർക്യൂട്ട് ടു ചാർജ് ടു 1/√2 pi എന്ന് വെച്ചാൽ നമുക്ക് എന്താവണം, ഈ V0 ആണ് മാക്സിമം കപ്പാസിറ്റി. V0ന്റെ √2 pi 1/√2 pi ടൈംസ് ചാർജ് ആവണം. അപ്പം V0/√2 pi equal to V0 into 1 minus e raised to minus t by CR. V0 ഒക്കെ വെട്ടിപ്പോയി. അപ്പൊ 1/√2 pi equal to 1 minus e raised to minus t by CR. നമുക്ക് t ആണ് കാണേണ്ടത്, ടൈം. ഓപ്ഷനിലും കിടക്കുന്നത് സമാനമായിട്ടുള്ള സംഗതികളൊക്കെയാണ്. ഓപ്ഷനിലും കിടക്കുന്നത് T 1/RC 2πRC ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മളെ ചിന്തേനെ അങ്ങനെ മാറ്റണം. അപ്പൊ ടി കിട്ടണമെങ്കിൽ ഈ എക്സ്പൊണൻഷ്യൽ വെച്ചിട്ട് ടി കിട്ടണമെങ്കിൽ നമ്മൾ നാച്ചുറൽ ലോഗരിതം എടുക്കണം. നാച്ചുറൽ ലോഗരിതം എടുത്താൽ ln 1/√2 pi equal to ln of 1 minus e raised to minus t by CR. So ln 1/√2 pi equal to ln 1 minus ln e raised to minus t by CR minus e raised to t by CR. ln of e minus t by CR. Minus t by CR എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി. സോ ln 1/√2 pi equal to ln 1 plus t by CR. ശരി. അപ്പൊ t by CR equal to ln 1/√2 pi minus ln 1. So t equal to CR into ln 1/√2 pi minus ln 1. ഇത് ഇനി കാൽക്കുലേറ്ററിലേക്കൊക്കെ പോയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാൽക്കുലേറ്റർ നമുക്ക് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്ക്. 1/RC ഒരിക്കലും വരില്ല. കാര്യം നമ്മളെ ഉത്തരം പ്രകാരം RC എന്ന് പറയുന്ന ന്യൂമറേറ്റർ ആണ്. പിന്നെ CR 2πRC വരില്ല. കാര്യം ln 1/√2 pi എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഇതിന് പറ്റാവുന്ന ഒരേ ഒരു പോസിബിൾ ആൻസർ T equal to RC എന്നുള്ള ഉത്തരം മാത്രമേ പറ്റുള്ളൂ. T equal to CR. So option should be D. അടുത്ത ക്വസ്റ്റ്യൻ കൂടാ. A particle of mass m is rotating in circular orbit of radius r under action of gravity in the presence of another stationary particle of very large mass. Consider that the gravitational potential energy is 0 at infinite separation. If the total energy of the rotating particle is E, then which of the following expressions correctly represents angular momentum of the particle? എന്നൊക്കെയാണ്. ഞാൻ സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴേ
ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ പല ക്വസ്റ്റ്യൻസിന്റെയും നല്ല ടൈറ്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്, പടച്ചോൻ ഇതെങ്ങനെയാ കുട്ടിക്ക് തോന്നുക? ഇത് പക്ഷെ അത്ര വലിയ ഞാൻ ഈ ക്വസ്റ്റ്യന്റെ അടിസ്ഥാനം പറയാം. അപ്പോഴാണ് ഈ ഐസറിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഐസറിൽ ഫിസിക്സ് മാത്രമല്ല, മനസ്സിലായില്ലേ? ഐസറിൽ ഫിസിക്സും മാത്സും ബയോളജിയും കെമിസ്ട്രിയും അങ്ങനെ ഒട്ടുമിക്ക സയൻസിലെ എല്ലാ മേഖലകളെയും കണക്ട് ചെയ്യുന്ന എല്ലാ ബ്രാഞ്ചസും ഉണ്ട്. അപ്പം ഒരു കുട്ടി ഫിസിക്സ് അത്ര ഭയങ്കര ഗ്രേറ്റ് അല്ല വിചാരിക്കുക, ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻ ഉണ്ടടാ. മനസ്സിലായി? ഫിസിക്സിൽ എക്സ്ട്രാ ഓർഡിനറി ആണ് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിറയുണ്ട്. ഇനി ഫിസിക്സ് കെമിസ്ട്രിയിലാണ് കുട്ടിയുടെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ബയോളജിയിലാണ് കുട്ടിയുടെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളത്. എന്നാലും ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഫിസിക്സിൽ ഒരു മിനിമം മാർക്ക് വേണ്ടേ? അതിന് പറ്റിയ ഒരു 4-5 ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയിലും ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻ തന്നെ ധാരാളം. അതുപോലത്തെ ചില ക്വസ്റ്റ്യൻസ് പെട്ടാണ് ഒന്ന് ഇപ്പറയുന്ന നമ്മൾ കാണാൻ പോകുന്ന സാധനം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഉണ്ട്. ശരിക്കും സ്മാർട്ടായി പരീക്ഷ കണ്ട കുട്ടികൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ ആദ്യം നോക്കി തിരഞ്ഞെടുത്ത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അതുപോലെ particle of mass m is rotating in a circular orbit of radius r under the action of gravity in the presence of another stationary particle of very large mass. Consider that the gravitational potential energy is zero at infinite separation. If the total energy of the rotating particle is E, then which of the following expression correctly represents angular momentum of the particle? ഇത് സാധാരണ ഒരു സാറ്റലൈറ്റിന്റെ ആംഗുലാർ മൊമെന്റ് എന്താണെന്ന് ചോദിക്കുന്നതിന് സമാണ്. പക്ഷേ നമുക്ക് ചോദ്യത്തിൽ ഓപ്ഷനിൽ തന്ന രൂപത്തിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം. ഒരു വലിയ ഹൈ മാസിനെ ഒരു സ്മോൾ മാസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ബലത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ സാറ്റലൈറ്റ് എന്താണോ അത് തന്നെയാണ്. ഇനി സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി എന്താ? സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി നമുക്കറിയാവുന്നതാണ്, -gmm/2r. റെഡി? ഇനിയോ കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആണ് ടോട്ടൽ എനർജി. അത് നമുക്ക് അറിയാവുന്ന, ഇതൊക്കെ പഠിക്കുന്ന പഠിപ്പിച്ച കാര്യമാണ്. ഗ്രാവിറ്റേഷൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ച സാധനം. അപ്പം കൈനറ്റിക് എനർജി എന്താ? -e. ഓക്കെ, നമ്മളോട് ചോദിച്ചെന്താ? ആംഗുലാർ മൊമെന്റം. ആലോചിച്ച് നോക്കുക, ആംഗുലാർ മൊമെന്റം വേണമെങ്കിൽ നമുക്ക് വേണ്ടത് mvr ആണ്. mvr ആണ്. അപ്പൊ v കിട്ടണം. നമ്മൾ എന്താ പഠിച്ചേ? 12mv² അല്ലേ കൈനറ്റിക് എനർജി? അതല്ലേ ഇപ്പം -e. അപ്പൊ v² എന്ന് പറയുമ്പോൾ -2e/m. അപ്പൊ v എന്ന് പറയുമ്പോൾ √-2e/m. അപ്പൊ ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോ m √-2e/m r. r പുറത്താണ്, പുറത്ത് എമ്മും അകത്ത √1/√m പോകുമ്പോ -2em എന്നാവും. ഇതാണിപ്പോ എനിക്ക് കിട്ടിയത്. നോക്കി നോക്കാൻ ഉണ്ടോന്ന്? ഉണ്ട്. ബി r -2e/m. So answer will be B. ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ, അതേപോലത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഇരുന്ന് പഠിച്ച് ധൈര്യത്തോടെ സമീപിക്കുന്ന ഏത് കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ജാതി ഒരു ക്വസ്റ്റ്യൻ. What is the average kinetic energy of a molecule? Of a molecule, nata. What is the average kinetic energy of molecules? Of molecules. Nacha molecule inde. Gas inde alla. Molecule inde. Of an ideal gas leaking freely through an orifice of a container which has n molecules at pressure P in and volume V. Average kinetic energy. ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരു മോളിക്യൂളിന്റെ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എത്ര അറിയാം നിങ്ങൾക്ക്? 3/2 kBt.
ഒരു മോളിക്യൂളിന്റെ. റെഡി? അങ്ങനത്തെ n മോളിക്യൂൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ എത്രയായി? nk വിൽ ബി അതാണ് കേട്ടെ. അല്ലെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ആവറേജ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഒരു ഗ്യാസിന്റെ ആവറേജ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം കെ ബാർ 3/2p എന്നാ വെച്ചാ കെ ബാർ പെർ യൂണിറ്റ് വോളിയം. ആവറേജ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം 3/2p. ഇത് പണ്ട് എനിക്ക് പഠിക്കുമ്പോഴേ ഈ തിരിച്ചും പഠിക്കും. പ്രഷർ ഈക്വൽ ടു 2/3 ആവറേജ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അങ്ങനെയും പഠിക്കും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തേ കൈനറ്റിക് എനർജി ബാർ ഈക്വൽ ടു 3/2p ചെയ്യും. പ്രഷർ ഈക്വൽ ടു 2/3 കൈനറ്റിക് എനർജി ബാർ എന്നും ചെയ്യും. അപ്പൊ ഈ പരീക്ഷയ്ക്ക് ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ടിരിക്കാൻ ഞാൻ കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ് 1.5p. 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 1.5p എന്ന് ആലോചിച്ച പിന്നെ ആ കൺഫ്യൂഷൻ ഒഴിവാക്കിട്ടെ. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു 3/2pv. അപ്പം നമ്മളോട് ചോദിച്ച ഒരു മോളിക്കൂളുണ്ട്. അപ്പൊ nk ബാർ ഓർ nke ബാർ nk ബാർ എന്നായിക്കോട്ടെ. n ഇൻറ്റു കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് പെർ മോളിക്കൂൾ nk ഈക്വൽ ടു 3/2pv. സോ k ഈക്വൽ ടു 3/2pv/n. ഇതാ എനിക്ക് കിട്ടുന്നത്. ഇതാണ് ഒരു പെർ മോളിക്കൂളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പെർ മോളിക്കൂൾ 3/2pv/n. So my answer is A. Which of the following statements about PV diagram of an ideal gas of a fixed number of particles is incorrect? അങ്ങനെയാണ്. Incorrect. ശരിയല്ലാത്തതാണ്. Two distinct adiabatic never cross each other. അത് കറക്റ്റാ. അത് ഇൻകറക്റ്റ് അല്ല. ഒരിക്കലും രണ്ട് അഡിയാബാറ്റിക്സ് ക്രോസ് ചെയ്യൂല. ഒരു PV raised to gamma should be a constant എന്നാ. ഒരിക്കലും നടക്കൂല. ഇപ്പൊ പിയും ബിയും ഗാമയും എല്ലാം കൂടെ സെയിം ആണ് ഒരു പോയിന്റിൽ. പിന്നെ ഡിസ്റ്റിങ്ക്ട് അഡിയാബാറ്റ്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരേ അഡിയാബാറ്റ് ആയി പോലെ. ബി ടു ഡിസ്റ്റിങ്ക്ട് ഐസോതേം നെവർ ക്രോസ് ഈച്ച് അതർ. സെയിം. അതും സംഭവിക്കില്ല. അപ്പൊ അതും ശരിയാ. An isotherm and an adiabat intersect at one point. അത് ശരിയാ. അതെ, അഡിയാബാറ്റും ഐസോതേമും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് നിങ്ങളെ, അഡിയാബാറ്റ് ഇത് നമ്മൾ തെർമോഡൈനാമിക്സ് പഠിപ്പിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. സ്ലോപ്പ് ഐസോതേമിന്റെ സ്ലോപ്പ് -p/v-യും അഡിയാബാറ്റിന്റെ സ്ലോപ്പ് -γ-p/v-യും ആണ്. ഗാമ 1 കൂടുതലാണ്. അപ്പൊ അഡിയാബാറ്റിന്റെ സ്ലോപ്പ് ഐസോതേമിന്റെ സ്ലോപ്പിന്റെ ഗാമ ടൈംസ് ആണ്. അപ്പൊ ഒരു കോമൺ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ഐസോതേമും അഡിയാബാറ്റും തമ്മിലുള്ള വ്യത്യാസം, അഡിയാബാറ്റ് കുറച്ചുകൂടെ സ്റ്റീപ്പർ ആയിരിക്കും. നേരെ മറിച്ച് അതേ സാധനം ഐസോതേം വരുമ്പോ ഐസോതേം അത്ര സ്റ്റീപ്പ് ആയിരിക്കും. ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. ഇതങ്ങനെയല്ല. ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ടാണ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ ദർ ഇസ് പോസിബിലിറ്റി ടു ഇന്റർസെക്ട്. അതും ശരിയാണ്. An isotherm and an adiabat intersect at more than one point. അതൊരിക്കലും നടക്കൂല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇത് 2 പ്രാവശ്യം ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ക്ലോസ്ഡ് ലൂപ്പ് പോലെയാവും അല്ലെ? ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആവും. അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനൊക്കെ എഗെയിൻസ്റ്റ് ആണ്. ഒരു എന്താ പറയാ, വർക്ക് ഇല്ലാണ്ട് ലൈക്ക് 100% റിവേഴ്സിബിൾ വർക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ, നമ്മള് കർണട്ട് എഞ്ചിൻ പറയുന്നില്ലേ, കർണട്ട് എഞ്ചിൻ തന്നെ ഐഡിയലിസ്റ്റിക് എഞ്ചിൻ എന്നാ പറയാം. അത് തന്നെ നടക്കൂല എന്നാ പറയാം. അപ്പൊ അതൊരിക്കലും സാധ്യമല്ല. ഒരിക്കലും അഡിയാബാറ്റിക് ഐസോതേമും കൂടി എന്ത് ചെയ്ത് കഴിഞ്ഞാല്
മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മുട്ടൂല. അപ്പൊ an isotherm and an adiabat intersect at more than one point എന്ന് പറയുന്നത് ഒരിക്കലും നടക്കൂല. അപ്പൊ എന്റെ ഉത്തരം ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്യൂബ്, എ സിലിണ്ടർ. ഒരാള് ക്യൂബാണ്, ഒരാള് സിലിണ്ടർ ആണ്. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് ഡയമീറ്ററിന് ഈക്വൽ ആണ്. ആൻഡ് എ സ്ഫിയർ, വേറൊരാൾ സ്ഫിയർ ആണ്. ഐഡന്റിക്കൽ മാസ് ഒരേ മെറ്റൽ ആണ്, ഐഡന്റിക്കൽ മാസ് ആണ്, സെയിം മാസ് ആണ്. ഒരേ മെറ്റലും സെയിം മാസും ആകുമ്പോൾ ഒരേ വോളിയാണ്, അപ്പൊ വോളിയം സെയിം ആണ്. ഇഫ് ഓൾ ദ ത്രീ ഷേപ്സ് ഹാവിംഗ് ഇനീഷ്യൽ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ്, മൂന്നാൾക്കാരുടെയും തുടക്കത്തിലെ ടെമ്പറേച്ചർ സെയിം ആണ്. ആൻഡ് വി പുട്ട് ഇറ്റ് ഇൻ എ ലാർജ് റിസർവോയർ ഓഫ് വാട്ടർ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്, which of the above three shapes cool the fast? ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ റേറ്റ് ഓഫ് കൂളിംഗ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് into mean difference of temperature between surroundings and between the surroundings and body എന്നാണ് mean difference. പക്ഷെ ഇതിൽ ഈ കെ ഇല്ലേ, ഈ കെ ഡിപ്പെൻസ് ഓൺ ആ കേക്കകത്ത് ഏരിയ ഉണ്ട്. ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ്. Rate of cooling will be maximum. Rate of cooling will be maximum when area is maximum. Surface area. Area of the surface. Surface area maximum ആവുന്ന സിറ്റുവേഷനിലാണ് റേറ്റ് ഓഫ് കൂളിംഗ് മാക്സിമം ആവും. അപ്പം എല്ലാത്തിൻ്റെയും വോളിയം സെയിം ആണ്. കാര്യം ഒരേ മാസ്, ഒരേ മെറ്റല്. അപ്പൊ മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നല്ലേ. ഒരേ മെറ്റൽ ആകുമ്പോൾ ഡെൻസിറ്റി സെയിം ആണ്, അപ്പോൾ ഒരേ മാസ് ആകുമ്പോൾ വോളിയം സെയിം ആണ്. അപ്പൊ നമ്മൾ ആദ്യം ക്യൂബിന്റെ എടുത്ത് നോക്കിയാൽ വി ആണ് വോളിയം എന്ന് വിചാരിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം എ ക്യൂബാണ് വോളിയം. അപ്പം എ എന്ന് പറഞ്ഞാൽ വി റേസ് ടു 1/3. ഏരിയ എന്ന് പറയുന്നത് 6a² ആണ്. That is 6v raised to 2/3. ഇതാണ് ഏരിയ. ഇത് ശരിക്കും ചെയ്തു നോക്കാൻ തന്നെ പെടാന്ന് പറയാൻ പറ്റൂല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഏറ്റവും വലിയ സർഫസ് ഏരിയ ക്യൂബിനാണ്. അതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു സാധനമാണ്. ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ട് ക്യൂബിനാണെന്നുള്ളത്. പിന്നെ ഞങ്ങളൊരു സ്ഫിയർ എടുത്തോളൂ. സ്ഫിയർ ആവുമ്പോൾ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പൊ ആർ ക്യൂബ് ഈക്വൽ ടു 3v/4 പൈ. ആർ ഈക്വൽ ടു 3v/4 പൈ റേസ് ടു 1/3. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താ? 4 പൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് 4 പൈ ഇൻറ്റു 3v/4 പൈ റേസ് ടു 2/3. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കാൽക്കുലേറ്റർ ഉപയോഗിച്ച്, നമ്മുടെ സൈറ്റിലെ തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. അത് 4.84 v raised to 2/3 എന്ന് കിട്ടും. ഇനിയോ ഇതുങ്ങള് മനസ്സിലാക്കേണ്ട ഒരു സംഭവം വെച്ചാൽ സ്ഫിയറിനാണ് ഏറ്റവും ചെറിയ സർഫസ് ഏരിയ ഉണ്ടാവുക. അത് നമ്മള് പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിച്ചപ്പോൾ സ്മോൾ സ്ഫെറിക്കൽ ഡ്രോപ്സ് എന്തുകൊണ്ട് സ്ഫെറിക്കൽ, അല്ലെങ്കിൽ സ്മോൾ വാട്ടർ ഡ്രോപ്സ് എന്തുകൊണ്ട് സ്ഫെറിക്കൽ ഷേപ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇനി സിലിണ്ടറിന്റെ വോളിയം എന്താടാ? സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുമ്പോൾ πr² ആണ്. πr² ആണ്. ഇവിടെ h എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? h 2r ആന്ന് പറഞ്ഞിട്ടുണ്ട്. സോ πr² ഇൻറ്റു 2r വിച്ച് ഈസ് 2π r³. അപ്പം r³ ഈക്വൽ ടു v/2π, r ഈക്വൽ ടു v/2π റേസ് ടു 1/3. ഇനി ഇവിടുത്തെ സർഫസ് ഏരിയ എന്താ? സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ
2 പൈ ആർ സ്ക്വയർ ഉണ്ടാവും, പിന്നെ ഒരു 2 പൈ ആർ എച്ച് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേർന്നാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. വിച്ച് ഈസ് 2 പൈ ആർ സ്ക്വയർ പ്ലസ് 2 പൈ ആർ ഇൻറ്റു 2r. ഇതല്ലേ സാധനം? 2 പൈ ആർ സ്ക്വയർ പ്ലസ് 2 പൈ ആർ എച്ച്. എച്ച് 2r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 പൈ ആർ സ്ക്വയർ പ്ലസ് 4 പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പൈ ആർ സ്ക്വയർ. അപ്പം ഏരിയ വിൽ ബി ഈക്വൽ ടു 6 പൈ ഇൻറ്റു റേഡിയസിന് പകരം വി ബൈ 2 പൈ ഹോൾ റേസ് ടു 2/3 എന്ന് പറയും. അത് ചെയ്താൽ കിട്ടുന്നത് നിയർലി 5.54 വി റേസ് ടു 2/3 എന്നാണ്. അപ്പൊ ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വോളിയം സർഫസ് ഏരിയ ക്യൂബിനാണ്. ഓക്കെ, അതുകൊണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയാൻ കഴിയണം. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് വന്നാൽ which of the three shapes will cool fastest? It will be the cube, which is C. അടുത്ത ക്വസ്റ്റ്യൻ, the allowed energy level of electron in hydrogen atom are given as minus 13.6 divided by n squared. നമുക്കറിയുന്ന അറിയാം. For electronic transition in hydrogen atom, what is the maximum frequency of emitted photon? Maximum frequency of emitted photon. എടാ, മാക്സിമം ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് ഫോട്ടോൺ കിട്ടണമെങ്കിൽ മാക്സിമം സെപ്പറേഷൻ ഉള്ള രണ്ട് ലെവലുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കണം. മാക്സിമം ലെവലിൽ നമ്മൾ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എവിടുന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് 1ലേക്ക് വരണം. എന്നുവെച്ചാൽ 0യിൽ നിന്ന് -13.6 വരണം. അപ്പോഴാണ് മാക്സിമം എനർജി റിലീസ് ചെയ്യുക. അപ്പൊ ഇൻഫിനിറ്റി ടു 1 ആണ് മാക്സിമം എനർജറ്റിക് ട്രാൻസിഷൻ. അപ്പൊ പുറത്ത് കിട്ടുന്ന എനർജി എത്രയാ? 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 13.6 ഇലക്ട്രോൺ വോൾട്ടിന് നമുക്ക് നമ്മളോട് ചോദിച്ചത് വാട്ട് ഫ്രീക്വൻസി ഹെർട്സിലാണ് തന്നിരിക്കുന്നത്. സോ അതിന് നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 13.6 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁹ ചെയ്യണം. അത് ചെയ്ത് ഞാൻ വെച്ചപ്പോൾ 2.176 ഇൻറ്റു 10⁻⁻18 ജൂൾ എന്ന് വന്നു. അപ്പൊ ഫ്രീക്വൻസി ഈക്വൽ ടു ദി എനർജി ബൈ എച്ച്, വിച്ച് ഈസ് 2.176 ഇൻറ്റു 10⁻⁻18 ജൂൾ ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, വിച്ച് ഈസ് 6.62 ഇൻറ്റു 10⁻⁻34. That is obtained as 3.287 into 10⁻15. പക്ഷെ ഉത്തരം ഗിഗാ ഹെർട്സ് എന്നൊക്കെയുള്ള രീതിയിലാണുള്ളത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 3.287 into 10⁻9 into 10⁻6. ഇതാണ് ഗിഗ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ 3.3 into അപ്പൊ ഇത് 3.3 into 10⁻6 gigahertz. Yes, option C. അടുത്ത ക്വസ്റ്റ്യൻ, two equal positive charges Q are placed at the vertices B and C of an isosceles triangle, base A and height H, 3√3a/2 as shown in the adjacent figure. When a charge Q dash is placed at A, it is found that at a distance inside the triangle, the net electric field due to three charges vanishes. If this point is at a height h/3, then what is Q dash? A, B, C, A. Okay. ചിത്രത്തിന്റെ ആ ക്വസ്റ്റ്യന്റെ ചിത്രം ഞാനങ്ങ് വരയ്ക്കാം. ഒരു ബേസ് ഏരിയ, ബേസ് എ, ഇവിടെ ബി, സി, ഇവിടെയാണ് രണ്ട് ക്യൂകൾ ഉള്ളത്. ക്യൂ ഈച്ച്.
ഇത് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഇതാണ് എ. ഇവിടെ ഒരു ചാർജ് ക്യൂ ഡാഷിന് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ക്യൂ ഡാഷിന് വെച്ചാൽ മാത്രം പോരാ, പിന്നെയോ h/3 ഹൈറ്റില് നൾ പോയിന്റ് കിട്ടണം. അപ്പൊ നൾ പോയിന്റ് h/3 ഹൈറ്റ്, നമുക്ക് ഇതിനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് വിചാരിച്ചാല് ഇവൻ കിടക്കുന്നത് ഈ ദൂരം a/2, ഇത് -a/2, ഇത് h/3. h/3 എന്ന് പറഞ്ഞാൽ എത്രയാ? h/3 h എന്ന് പറഞ്ഞാല് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണെന്ന് അറിയോ? h എന്ന് പറഞ്ഞാൽ 3√3. h എന്ന് പറഞ്ഞാൽ 3√3 a/2 ആണ്. അത്ര h/3. അപ്പൊ 3 വിട്ടുമ്പോ √3 a/2 ആണ്. √3/2a ആണ് എന്ത്? h/3 എന്ന് പറയുന്നത്. ഈ ദൂരം എത്ര ഉണ്ടാവും? ആ ദൂരം എത്ര ഉണ്ടാവും? a/2, ഇത് √3/2a. അപ്പൊ ആ ദൂരത്തെ നമ്മൾ r എന്ന് വിളിച്ചു വിചാരിക്കുക. ആ r എത്രയാ? r √3/2a the whole squared plus a/2 whole squared. That is equal to 3/4a square plus 1/4a square equal √4/4a squared. കൊള്ളാം. a. അത് ശരി. അപ്പം ഈ ദൂരം a ആണ്. അപ്പൊ ഇവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? ഇവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണെന്ന് വിചാരിക്കുക. അതേപോലെ അപ്പുറത്തോന് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അത് തന്നെയായിരിക്കും E. സംശയമില്ല. ഓക്കെ, അതിലൊരു സംശയമില്ല. ഇവരെ രണ്ടാളുടെയും കൂടെയുള്ള സമ്മ് 120 ആണ് എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അതിന്റെ ആവശ്യമില്ല. അത് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഈ ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ളത് ഈക്കോസ് തീറ്റ, മേലോട്ടേക്കുള്ളത് ഈ സൈൻ തീറ്റ, അതേപോലെ തന്നെ ഇപ്പുറത്തുണ്ട് ഇങ്ങോട്ടേക്കുള്ളത് ഈക്കോസ് തീറ്റ, മേലോട്ടേക്കുള്ളത് ഈ സൈൻ തീറ്റ. അപ്പൊ ഈ രണ്ട് ചാർജ് കാരണം ഈക്കോസീറ്റയും ക്യാൻസൽ ആയി പോകും. ഈക്കോസീറ്റയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 2e സൈൻ തീറ്റയാണ്. അത് നൾ പോയിന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ 2e സൈൻ തീറ്റക്ക് ഈക്വൽ ആയിരിക്കണം. അടിപൊളി കാര്യം കേട്ടോ. 2e സൈൻ തീറ്റക്ക് ഈക്വൽ ആയിരിക്കണം എന്ത്? ക്യൂ ഡാഷ് ഉണ്ടാക്കണം ഇലക്ട്രിക് ഫീൽഡ് E ഡാഷ്. അപ്പോഴല്ലേ നൾ പോയിന്റ് കിട്ടുക. സോ 2e സൈൻ തീറ്റ E ഡാഷിന് സമായിരിക്കും. ഹൈ കൊള്ളാലോ. അപ്പൊ 2e എന്താ? E 1/4πε0 q/a square. Sin theta is opposite side by hypotenuse. Opposite side എന്താ? √3/2a by hypotenuse is a. കൊള്ളാം. Sin theta equal to E dash k q dash by ആ ദൂരത്തിലെ 2h/3 എന്നല്ലേ വരിക? ഈ ദൂരം h/3 ആവുമ്പോ ഈ ദൂരം എത്രയാ? 2h/3 ഈക്വൽ ടു ഈ h/3 നമുക്ക് എന്താടാ കിട്ടിയേ? അല്ലേ? അതെ, h/3 എന്താ കിട്ടിയ? √3/2a. അപ്പോ h/3 2 into √3/2a. അപ്പൊ √3a ആണ് ഈ ദൂരം. സോ √3a the whole squared. ഈ k ആണ് 1/4πε0. k ആണ് 1/4πε0.
ഇത് രണ്ടും വെട്ടി 2q താഴെ √3/2 2e sin theta. Sin theta is √3a/2/2a. എയും എയും വെട്ടി 2q √3/2 ചോട്ടിലൊരു 2 കൂടി ഉണ്ട് a സ്ക്വയർ ഈക്വൽ ടു q ഡാഷ് ബൈ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3a സ്ക്വയർ. കൊള്ളാലോ. a സ്ക്വയർ വെട്ടി 2 വെട്ടി q ഡാഷ് ഈക്വൽ ടു ഉത്തരായി. q ഡാഷ് ഈക്വൽ ടു 3√3q. യെസ്, 3√3q. കൂടി ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട്. ഉറപ്പായിട്ടും അത് പോസിറ്റീവ് ആയിരിക്കണം. എന്താ കാര്യം റിപ്പൾസ് ഇവിടെ ഇപ്പം ഓക്കെ നമ്മളെ ചിത്രത്തിൽ നോക്കി ഇത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ, ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. ഈ ക്യൂ ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടല്ലേ വരിക. അപ്പൊ അത് 2e sin θ എന്നോട് ആഡ് ചെയ്യുക ചെയ്യാം. അപ്പൊ ഈ ക്യൂ ഡാഷ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോഴേ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് വരുള്ളൂ. ഈ 2e sin θ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഉറപ്പായിട്ടും +3√3q ആയിരിക്കണം. സോ ദ ആൻസർ ഈസ് ബി. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇൻ ദ സെൻസ് ഭയങ്കര രസായി. കൺസിഡർ എ particle of unit mass being thrown with an initial velocity v0 making an angle phi with the horizontal ground. What is the magnitude of the angular momentum of the particle about the point of projection at a time after its projection while it is in flight? സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു പ്രോജക്ടൈലിന്റെ ടി സമയത്തിന് ശേഷമുള്ള ആംഗുലാർ മൊമെന്റം എന്താണെന്നാണ് ചോദ്യം. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് പി ആണ്, വിച്ച് ഈസ് ആർ ക്രോസ് എം ബി. ഇത് കിട്ടിയ ആംഗുലാർ മൊമെന്റായി. അതില് ആർ എന്ന് പറയുന്നത് xi പ്ലസ് yj, വി എന്ന് പറയുന്നത് vxi പ്ലസ് vyj. ഇവിടെ v0 x എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി v0 cos θ അല്ല cos phi ആണ്, cos phi. v0 y v0 sin phi. റെഡി? ഇനി എക്സ് എന്താ? എക്സ് ഈസ് ux t or v0 cos phi into t. ആക്സലേഷൻ ഇല്ല. y എന്ന് പറയുന്നത് v0 sin phi t minus half gt squared uyt plus half ayt squared ആണ് vy. ഇനി vx അതൊരിക്കലും മാറുന്നില്ല. vx is always the same. vx is v0 cos phi only. അപ്പം നമുക്ക് വേണ്ട L കാണാം. I, J, K, X, Y, Z, Vx, Vy, Vz. Z ഇല്ല, കാര്യം ഇവിടെയൊക്കെ 2 ഡയമെൻഷണൽ മോഷൻ ആണ്. 2 കോർഡിനേറ്റേ ഉള്ളൂ, 0, 0. ആൻഡ് ഞാനത് ചെയ്തു വെച്ചു, കാൽക്കുലേഷൻ പാർട്ട് ഞാൻ ചെയ്തു വെച്ചു. ഇത് ചെയ്യുമ്പോൾ ഫൈനലി വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് k ഇൻറ്റു, കാരണം ബാക്കി രണ്ടും 0 ആവും,
എക്സ് വി വൈ മൈനസ് വൈ വി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് കെ ഇൻറ്റു ഡയറക്ഷൻ വേണം, നമുക്കിവിടെ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. എക്സ് വി വൈ, എക്സ് എന്താ വി സീറോ കോസ് ഫൈ ടി, വി വൈ ഈസ് വി സീറോ സൈൻ ഫൈ ടി minus half gt squared minus yvx. Y is v0 sin phi t minus half gt squared into vx. Vx is v0 cos phi. And if you expand it, you will get v0 square cos phi sin phi t minus v0 cos phi gt square by 2 minus v0 square sin phi cos phi t plus v0 cos phi gt square by 2. v0 cos phi, ഇവിടെ വി സീറോ കോസ് ഫൈ ജി ടി സ്ക്വയർഡ് അടുക്കെ ഇവിടെ എക്സ് വി വൈ, വി സീറോ കോസ് ഫൈ വൈ വി എക്സ്, എക്സ് വി വൈ വി സീറോ കോസ് ഫൈ ടി വി വൈ വി വൈ ഈ സോറി എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി, വി വൈ ഇസ് വി സീറോ സൈൻ ഫൈ മൈനസ് ജി ടി എന്നാണ് വി വൈ, വി സീറോ സൈൻ ഫൈ മൈനസ് ജി ടി. സോ ഇപ്പോൾ വി സീറോ സ്ക്വയർ കോസ് ഫൈ സൈൻ ഫൈ t minus minus v0 cos phi gt squared. Cool. അപ്പം ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഈ സംഭവം ക്യാൻസലായി, ഇതൊരു മൈനസ് ഒരു പ്ലസും ആണ്. സോ വി സീറോ കോസ് ഫൈ ജി ടി സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ മൈനസ് 1 + 1/2 എന്നാവും. സോ ഇറ്റ് ഈസ് മൈനസ് 1/2 വി സീറോ കോസ് ഫൈ ജി ടി സ്ക്വയർഡ്. മോഡുലസ് ആണ് നമ്മളോട് ചോദിച്ചത്. സോ ദി ഓപ്ഷൻ ഈസ് v0 cos phi gt square by 2. Yes, option B. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. കപ്പാസിറ്റർ with capacitances C0 consist of two concentric spherical conductors. ഒരു spherical capacitorന് capacity ഉണ്ട് C0. If the radii of the inner and the outer sphere conductors are halved, what is the new capacitance? Radius പകുതിയാക്കിയാൽ ഇപ്പോൾ ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റിന്റെ ഇക്വേഷൻ 4πε0 R1 R2 divided by R1 plus R2 എന്നാണ്. നമ്മളോട് ഇതാണ് C0. അപ്പോൾ പുതിയ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πε0 R1ന്റെ സ്ഥാനത്ത് R/2 by R/2 plus R/2, that is 4πε0 R1/2 R2/2 അല്ലേ, R1 plus R2, R1 R2 by 4 divided by R1 plus R2 by 2. അപ്പോൾ വേണമെങ്കിൽ അത് 4πε0 into 2 R1 R2 by 4 R1 plus R2 എന്നായി. അപ്പോൾ പുതിയ കപ്പാസിറ്റി C equal to 1/2 4πε0 R1 R2 by R1 plus R2. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ C0. സോ ഇറ്റ് ഈസ് C0 by 2. അപ്പോൾ നമ്മുടെ ഉത്തരം A. അടുത്ത ക്വസ്റ്റ്യൻ. Solid block of
A solid block on a frictionless surface is connected to two rigid support on the left and rigid side by spring of spring constant K, 4K respectively. As shown, the time spent by the block in the complete cycle of oscillation on the left and right side of equilibrium position are TL and TR respectively. Which of the following is correct? ഇത് സംഭവം ശരിക്കും ഇതൊരു പാരലൽ സ്പ്രിങ് പോലത്തെ സിറ്റുവേഷൻ ആണ്. ഇവിടുത്തെ സ്പ്രിങ് കോൺസ്റ്റന്റ് K, ഇവിടുത്തെ 2K. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ നമുക്ക് അറിയാവുന്നതാണ് 2 √ വാട്ട് M/K. ഇതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അപ്പൊ ലെഫ്റ്റിലോട്ട് ഉള്ള ടൈം പീരീഡ് 2 √ M/K. 2K അല്ല 4K കേട്ടോ. റൈറ്റിലോട്ടുള്ള ടൈം പീരീഡ് 2 √ M/4K. അപ്പൊ നമ്മള് TL/TR ചെയ്താല് 2 √ M/K into 1/2π √4K/M. റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചു അല്ലേ? 2π √m √4. So it is 2. TL/TR equal to 2 എന്ന് വരും. So TL equal to 2TR. TL equal to 2TR. Option is A. Next, ഈ ക്വസ്റ്റ്യൻ ഞാൻ മുഴുവനൊന്നും ചെയ്യാൻ പോണില്ല. കാരണം കൊണ്ടല്ല, ഇത് ആർക്കും ചെയ്യാവുന്ന സിമ്പിൾ സാധനമാണ്. ടൈം കൺസ്യൂമിങ് ആണ്. Which of the following is an expression for energy in terms of Planck's constant h, velocity of light c, and gravitational constant g? ഇങ്ങനത്തെ ഒരു ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം. ബേസിക്കലി ഒന്ന് വരെയൊക്കെ ഡയമെൻഷണൽ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ആ ഡയമെൻഷണൽ ഫോർമുലാസ് മാത്രം ഞാൻ എഴുതാം. എച്ചിന്റെ ഡയമെൻഷണൽ ഫോർമുല ml² T⁻⁻1. Planck's constant, angular momentum. Speed of light L T⁻⁻1. Gravitational constant m⁻⁻1 L³ T⁻⁻2. എനർജി കിട്ടേണ്ടത് ml² T⁻⁻2. നമുക്കിനി ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ചെയ്യാന്നുള്ളതാണ്. hc⁵5/g. അത് ആദ്യം ഒന്ന് ചെയ്തു നോക്കിയാൽ ഒരു ഗുണമുണ്ട്. എന്താ? ബിയും സിയും തീരുമാനമാവും. അതൊന്ന് ചെയ്തു നോക്കാം. എന്നാല് ബിയും സിയിലും കണ്ടില്ലേ, hc⁵5 എല്ലായിടത്തും ഉണ്ട്. 3 സ്ഥലത്ത് hc⁵5 ഉണ്ട്. അത് നമ്മളൊന്ന് ചെയ്തു നോക്കാം ആദ്യം. എന്നാല് hc⁵5 എന്ന് പറയുമ്പോൾ ml² T⁻⁻1 h, c⁵5 എന്ന് പറയുമ്പോൾ L⁵5 T⁻⁻5. ഇതെന്താ വരിക? hc⁵5 m L⁻7 T⁻⁻6. ഇതാണ് hc⁵5. ഇനി hc⁵5/g എന്താ? g വരുമ്പോ ഒരിക്കലും അത് നടക്കൂല. അതൊരിക്കലും നടക്കൂല. അത് നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വേണ്ടത് L². അപ്പോ hc⁵5/g ചെയ്യുമ്പോൾ L⁻7നെ L³ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ L⁻4 വരിക. അപ്പൊ അതൊരിക്കലും വരൂല. അപ്പൊ പിന്നെ നമുക്കൊന്ന് കളിച്ചു നോക്കാം. hc⁵5/g എന്താന്ന് നോക്കാം. അത് വരുമ്പോ ml⁻7 T⁻⁻6/g സ്ഥാനത്ത് m⁻⁻1 L³ T⁻⁻2. കറക്റ്റ്. ഇത് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്താ വരിക അറിയോ? m/m⁻⁻1 വെച്ചാൽ m² ആവും. L⁻7/L⁻4 ആവും. ഇത് T⁻⁻4 ആവും.
അപ്പൊ അത് ml² p⁻². കഴിച്ചില്ലായി അല്ലേ എനർജി. ഓക്കെ, അപ്പൊ അതൊരു ഇൻഡ്യൂഷനാണ്. കൂട്ടത്തിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യും, എങ്ങനെ തുടങ്ങും എന്നുള്ള സാധനം. അത് എനിക്ക് തോന്നിയത് ഞാനിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിച്ചുകൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾക്കും തോന്നും, നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിച്ചു തുടങ്ങിയ. ബി. അടുത്തത്, എ പോയിന്റ് ചാർജ് Q is placed at corner of a cube as shown in the figure. What is the electric flux passing through the shaded surface ABCD of the cube? ഞാൻ ആ ചിത്രം ഒന്ന് നല്ല വൃത്തിയിൽ വരച്ചുതരാം. ഇതൊക്കെ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്റ്റിലുള്ള ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ് കേട്ടോ. ഇതൊരു പക്ഷേ ഇപ്പൊ ഒരു ഹൈ ഓർഡർ ഫിസിക്സ് പഠിക്കുന്ന ഒരു ആളുടെ മുന്നിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അവതരിപ്പിച്ചാൽ അയാൾ ഡെഫിനറ്റ്ലി ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ഈ പറയുന്ന മെത്തേഡിനെ ക്വസ്റ്റ്യൻ ചെയ്യും, ഉറപ്പായിട്ടും, സംശയിക്കേണ്ട കാര്യമുള്ള. ദാറ്റ് ഡിപ്പെൻഡ്സ്. അപ്പൊ നമ്മളിവിടെ ഇതാണ് നമ്മളുടെ ഷെയ്ഡഡ് ഏരിയ. നമ്മുടെ ഷെയ്ഡഡ് ഏരിയ എവിടെയാ ചാർജ് വെച്ചിരിക്കുന്നത് നോക്കിയേ. ചാർജ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. എങ്ങനെയാ വെച്ചിരിക്കുന്നത്? മൂലക്കാ വെച്ചിരിക്കുന്നത്. ഒരു ക്യൂബിന്റെ ഒരു മൂല 8 ആൾക്കാർ ഷെയർ ചെയ്യുന്ന. ഒരു ക്യൂബിന്റെ ഒരു മൂല 8 ചുറ്റുമുള്ള ക്യൂബുകൾ ഷെയർ ചെയ്യും. അത് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത്. താഴേന്ന്, സൈഡിൽ നിന്ന്, മേലേന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞ് 8 ആൾക്കാർ ക്യൂബ് ഷെയർ ചെയ്യും. കോർഡിനേഷൻ നമ്പർ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പാക്കിംഗ് ഫ്രാക്ഷനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പം 8 ആൾക്കാർ ഷെയർ ചെയ്യുമെങ്കിൽ ഈ ക്യൂബിന് കിട്ടുന്ന ചാർജിന്റെ പാർട്ട്, ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് Q/8 ആണ്. അപ്പൊ മൊത്തം ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 Q/8 ആണ്. അതാണ് മൊത്തം ഫ്ലക്സ്. ഇനി നിങ്ങൾ നോക്കി നോക്ക്, ആ മൊത്തം ഫ്ലക്സ് എല്ലാ ഭാഗത്തേക്കും ലൈക്ക് ഇങ്ങനെ സിമെട്രിക്കലി പോകുമ്പോൾ ഈ 3 ഫേസ് ഒരുപോലത്തെ ഫേസാണ്. ഈ 3 ഫേസുകളെ ഏതൊക്കെ? ഒന്ന് ഫേസ് ഇവൻ, മറ്റൊന്ന് ഫേസ് ഇവൻ, മറ്റൊരു ഫേസ് ഇവൻ. ഈ 3 ഫേസുകൾ ഇവിടെ ഡയഗണലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ ചാർജിനെ സംബന്ധിച്ചിടത്തോളം സിമെട്രിക്കൽ ആയിട്ടുള്ള ഫേസ്, ഒരേപോലത്തെ ഫേസ്. അപ്പൊ ഈ മൊത്തം ഫ്ലക്സിന്റെ ഈ റേഡിയലി പുറത്തു വരുന്ന സാധനങ്ങൾ മൊത്തം അതിലൂടെയാ പോവുകയും ചെയ്യുക. ആ 3 ഫേസിലൂടെയാ പോവുക. സംശയമില്ലാത്ത കാര്യം. അപ്പം ഫ്ലക്സ് ത്രൂ 1 ഫേസ് എന്ന് പറയുന്നത്, ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് മൊത്തം ഫ്ലക്സിന്റെ 1/3 ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ Q/24ε0. ഇതാണ് എന്റെ ഉത്തരം. നമ്മളത് ചെയ്ത് നോക്കിയാൽ Q/20, അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇറ്റ്സ് ഓപ്ഷൻ ഡി. Now the next question. Neutral gas molecules, each of mass m, are at temperature T in container at 0 gravity. Average de Broglie wavelength. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. 0 ഗ്രാവിറ്റി, ഗ്രാവിറ്റിന്റെ എടുക്കേണ്ടതാണ്. de Broglie wavelengthന്റെ ഇക്വേഷൻ h/p എന്നാണ്. h/√2me എന്നാണ്. അറിയില്ലേ? p ഈക്വൽ ടു 2me. ഇതാരാള്? ന്യൂട്രൽ ഗ്യാസ് മോളിക്യൂൾ ആണ്. അപ്പൊ ലാംഡ ഈക്വൽ ടു h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ 3/2 kBT. അപ്പൊ അതിൽ h കോൺസ്റ്റന്റ്, 2 മാസ് എല്ലാം കോൺസ്റ്റന്റ്. ലാംഡ പ്രപ്പോർഷണൽ ടു 1/√t. വേവ് ലെങ്ത് പ്രപ്പോർഷണൽ ടു 1/√t. ഓപ്ഷൻ ഈസ് സി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മള് 2019 ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. അപ്പൊ മക്കൾക്ക് മനസ്സിലാവില്ലടാ, പരീക്ഷ എഴുതണം. എന്നാലേ നമുക്ക് ആക്ച്വൽ പരീക്ഷ എഴുതാൻ ഒരു ആത്മവിശ്വാസവും ടൈം മാനേജ്മെന്റും കൈവർക്കാണ്ട് പരീക്ഷ എഴുതാൻ പറ്റും. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ചെയ്ത ഒരു പ്രാവശ്യം കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. അതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.